അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സ്കൂൾ കേട്ടോ. കാരണം വെച്ചാൽ ഈ സ്കൂളിന് ഏകദേശം 98 വർഷം കഴിഞ്ഞു. 2 വർഷം കൂടിയായ സ്കൂൾ 100 വർഷമായി. ഇതാണ് പള്ളി. നിങ്ങൾ കണ്ടില്ലേ, പള്ളിയാണ് അവിടെ കാണുന്നത്. മുകളിൽ കാണുന്നത് പള്ളിയാണ്. ഈ പള്ളിയുടെ സ്ഥലത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ സ്കൂളിൽ വേണ്ടിയിട്ടാണ് ഇന്ന് അവർ സ്ഥലം വാങ്ങി പുറത്തൊരു സ്കൂൾ എടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ നാട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലും, അല്ലെങ്കിൽ അതിലുപരി ഇവിടുത്തെ കാരണന്മാരും ചെറുപ്പക്കാർ എല്ലാവരും കൂടി കഠിനാധ്വാനം ചെയ്ത് ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടാണ് സ്കൂൾ നിർമ്മിക്കാൻ പോകുന്നത്. സ്കൂൾ സ്ഥലം എടുത്തിട്ടുണ്ട്, ഇനി അവിടെ പുതിയ സ്കൂൾ അവർക്ക് പണിയണം. അപ്പോൾ സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിന് ഓടിൻ്റെ ഒക്കെ ഒരു പായക്കം കണ്ടില്ലേ, അത്രയ്ക്കും പായക്കുള്ള സ്കൂളാണ്. 100 വർഷം ആയ സ്കൂൾ അങ്ങനെ തന്നെ പറയാം നമുക്ക്. ഇത്രയും പായക്കമുള്ള സ്കൂൾ ഈ പള്ളി കമ്മിറ്റി നമുക്ക് അഭിനന്ദിക്കണം. കാരണം വെച്ചാൽ ഇത്രയും വർഷം ഈ പള്ളി കമ്മിറ്റിയുടെ ഒരു സ്ഥലത്ത് സ്കൂൾ നടത്താൻ ഇവർ സൗകര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിളയിൽ പറപ്പൂര് പള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ വന്നാൽ എന്തിനാരോ, എൻ്റെ ബാക്കിൽ സ്കൂൾ കണ്ടില്ല നിങ്ങൾ. ഈ സ്കൂളിന് ഇന്നേക്ക് 98 വർഷം കഴിഞ്ഞു. ഇനി 2 വർഷം കൂടി ആയാലും സ്കൂളിന് 100 വർഷമാകും. ഈ സ്കൂളിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വലിയ ജുമാഅത്ത് പള്ളിയുടെ ഒരു സ്ഥലത്താണ്. അവർ വാടകയ്ക്ക് കൊടുത്തത് ആ സ്കൂളിന് വേണ്ടി ഇത്രയും വർഷങ്ങൾ, 100 വർഷത്തോളം ആ സ്കൂളിന് വാടകയ്ക്ക് കൊടുത്തൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ നാട്ടുകാരുടെ ഒരു അതിയായ മോഹമാണ് ഈ സ്കൂളിൽ നിന്ന് പുതുതായിട്ട് പണിത് വേറെ സ്ഥലത്തേക്ക് മാറ്റണം. ഇവിടെ സ്ഥല സൗകര്യം കമ്മിയാണ്, കുറഞ്ഞ സ്ഥലമുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വളരെ വിഷമത്തിലിരിക്കുമ്പോഴാണ് അവരുടെ മുന്നിൽ പുതിയൊരു ഐഡിയ ഉദിക്കുന്നത്. അവർ ഒരു സ്കൂളിന് പുറമെ ഒരു സ്ഥലം വാങ്ങിയിട്ട് രജിസ്റ്ററൊക്കെ ചെയ്തു. ഇനി അതിലേക്ക് കൊടുക്കാൻ കുറേ ക്യാഷ് വേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരു മാർഗമില്ലാതെ വന്നപ്പോൾ ഈ നാട് ഒരുമിച്ചിട്ട് ഒരു ബിരിയാണി ചലഞ്ച് നടത്താൻ തീരുമാനിച്ചത്. ആ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അത്രയും പഴക്കമുള്ള 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂൾ, അതിൻ്റെ ഒരു മോചനത്തിന് വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ യുഗം നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾക്കൊക്കെ കളിക്കാനും മുറ്റം, വലിയ ഗ്രൗണ്ട് വേണം, അതുപോലെ തന്നെ അവർക്ക് കളിക്കാൻ സ്ഥലങ്ങളും വേണം, എല്ലാ കാര്യങ്ങളും വേണം, സൗകര്യങ്ങൾ വേണം. അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, അതും ഈ ഒരു ഓഗസ്റ്റ് 15 തന്നെ അവർ തിരഞ്ഞെടുക്കാൻ കാരണം ഒരു സന്തോഷത്തിൻ്റെ നിമിഷം കൂടിയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഭാരവാഹികൾ, ഇതിൻ്റെ ആളുകളുണ്ട്, ഈ നാട്ടുകാരൻ, ഇവരൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു വെക്കാം. ഈ സ്കൂളിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അതും കൂടി ഇവർക്ക് പറയാൻ കേട്ടോ. ഏകദേശം 100 വർഷമായ സ്കൂളാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാവരും നല്ല വളരെ അടിപൊളി സന്തോഷത്തിലാണല്ലോ. നല്ല സന്തോഷം. എന്താ സംഭവം? ഓഗസ്റ്റ് 15 ഇത് 1926 കടുങ്ങല്ലൂരിലൊരു LP സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളെ കുറഞ്ഞ കാരണത്താൽ ആ സ്കൂളിൽ എടുത്തു പോകുക എന്നുള്ളൊരു വാർത്ത ഞങ്ങളെ നാട്ടിലുള്ള കാരണവന്മാരുടെ അടുത്തെത്തി. അപ്പോൾ ഞങ്ങളെ ഈ പള്ളി 1900 മുമ്പ് എടുത്ത പള്ളിയാണ്. രായൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു വലിയൻ്റെ നേതൃത്വത്തിലാണ് പള്ളി എടുത്തത്. ആ രായൻകുട്ടി മുസ്ലിയാരുടെ ഒരു മകൻ ആലി മുസ്ലിയാർ എന്ന് പറയുന്ന അയാളുടെ നേതൃത്വത്തിലാണ് 1926 ഈ സ്കൂള് കടുങ്ങല്ലൂരിൽ നിന്നും വിളയിൽ പറപ്പൂർ പള്ളിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്തിലേക്ക് എത്തിയത്. അപ്പോൾ അന്ന് ഈ സ്കൂള് അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ കീഴിലുള്ള സ്ഥലത്ത് ഒരു വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ സ്കൂളിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ വാടക കെട്ടിടമൊക്കെ ആകുമ്പോൾ പള്ളി കമ്മിറ്റിയൊക്കെ നല്ലോണം കാശ് ചെലവഴിച്ചും കൊണ്ട് വിപുലീകരിക്കണം. എന്നാൽ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ സർക്കാരിന് സ്കൂളിന് ബിൽഡിംഗ് ഉണ്ടാക്കാനും പറഞ്ഞൊക്കെ സർക്കാരിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. പക്ഷേ പള്ളീൻ്റെ കീഴിൽ അത് വിപുലീകരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും പാടെ കൂടിക്കാട്ട് ഈ സ്കൂളിന് ഒരു 25 സ്ഥലം ഇതിൻ്റെ പരിസരത്ത് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഏറെക്കുറെ അതിൻ്റെ കാശൊക്കെ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും നാട്ടുകാരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഒരു സ്കൂളായിരിക്കണം എന്ന താല്പര്യം ഞങ്ങളെ കമ്മിറ്റിക്കാർക്കിടയിലും വന്നതുകൊണ്ട് ഒരു ബിരിയാണി ചാലഞ്ച് നടത്തുക എന്നുള്ള തീരുമാനത്തിലെത്തി. ഏറെക്കുറെ 98 വർഷം കഴിഞ്ഞ് ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ട് ഈ സ്കൂളിന് പൂർത്തിയാവാൻ പോവാണ്. അതുകൊണ്ട് അന്നുള്ളവർ നമ്മുടെയൊക്കെ വീട് ഓല വീടും മറ്റുമൊക്കെ ആയിരുന്ന സമയത്താണ് ഇന്നത്തെ ഈ വാടക കെട്ടിടം നല്ല തേക്കിൻ്റെ കാതൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ സ്കൂളുള്ളത്. അപ്പോൾ അന്ന് അവർ ഓല വീട്ടിൽ താമസിച്ചിരുന്ന അവർ നല്ല തേക്കിൻ്റെ കൊക്കോലും പട്ടിയും ഒക്കെ ഉണ്ടാക്കി ഓടക്കെട്ട് വീട്ടിലാണ് സ്കൂൾ പ്രവർത്തിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളെ വീടൊക്കെ അതിലും ഉഷാറാണ്. അതുകൊണ്ട് നല്ലൊരു കെട്ടിടം ഉണ്ടാക്കണമെന്ന താല്പര്യത്തിലാണ് എല്ലാ നാട്ടുകാരും രസകരമായിട്ട് ഒരു ബിരിയാണി ചാലഞ്ചൊക്കെ വെച്ചിട്ട് എല്ലാവരും 100 വർഷത്തോളം പഴക്കമായി. 100 വർഷമായി. ഇത്രയും വർഷം പഴക്കമുള്ള സ്കൂൾ മലപ്പുറം ജില്ലയിൽ വേറെ ഉണ്ടോ? ഈ പറപ്പൂര് നിലവിൽ 4 LP സ്കൂളുണ്ട്. ആ 4 LP സ്കൂളുള്ളതിൽ ആദ്യം വന്ന സ്കൂൾ ഇതാണ്.
അപ്പോൾ ഒരു 100 വർഷത്തോളം സ്കൂൾ നിങ്ങൾ പള്ളി കമ്മിറ്റിയുടെ സ്ഥലത്ത് എടുക്കാൻ കാരണം വെച്ചാൽ ഇത്രയും വൈകിപ്പോയ കാരണം എന്താ? ഇത്തിരി വൈകിപ്പോയ കാരണം ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗത്തുള്ള സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലത്താണ് ഇപ്പം നിലവിലുള്ള സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലം വേണമെന്നുള്ള നിലക്കാണ് ഇതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് ഇതിൻ്റെ പരിസരത്ത് തന്നെ ഏറെക്കുറെ ഇതിൻ്റെ ഒരു 100-150 മീറ്റർ പരിസരത്തായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തിയത്. പിന്നെ ഇപ്പോൾ ഈ ബിരിയാണി ചലഞ്ച് എന്നുള്ളൊരു ആശയം അതെങ്ങനെ ഉടലെടുത്ത്? ബിരിയാണി ചാലഞ്ച് എന്നുള്ള ആശയം ഇതിൽ ഒരുപാട് കാശുള്ളവരൊക്കെ ഇതിലെല്ലാവരും ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു സഹകരണം ഇതിൽ ഉൾപ്പെടണം എന്നുള്ള നിലക്കാണ് ഒരു അവസാനത്തെ കുറച്ച് കാശിനുപാട് ഒരു ബിരിയാണി ചാലഞ്ച് എന്നുള്ള നിലക്ക് വാങ്ങിയത്. ഈ സ്ഥലം ഞങ്ങൾ നാട്ടുകാർ സ്ഥലം വാങ്ങിയിട്ട് സർക്കാരിലേക്കാണ് കൊടുക്കുക. അപ്പോൾ സർക്കാരിൻ്റെ അടുത്തുനിന്നും സർക്കാരിന് പൈസ കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ അടുത്തുനിന്ന് തുച്ഛമായ കാശേ കിട്ടുള്ളൂ. ആ രൂപത്തിലൊന്നും ഇപ്പോൾ നാട്ടിൽ എവിടെ പോയാലും സ്ഥലം കിട്ടൂല. നാട്ടിലത്തെ വില കൊടുത്ത് ഞങ്ങൾ കമ്മിറ്റിക്കാർ വാങ്ങുന്നു, സർക്കാരിൻ്റെ അടുത്തുള്ള വിലക്കനുസരിച്ചിട്ട് സർക്കാരിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ നല്ലൊരു സംഖ്യക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. ഇത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവസാന ഘട്ടത്തിൽ ഒരു ബിരിയാണി ചാലഞ്ച് എന്നുള്ളൊരു ആശയത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ നാടിന്ന് വളരെയധികം സന്തോഷത്തില്ല. കാരണം വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കും ഇവിടെ ഇഷ്ടംപോലെ 10,000-ഓളം അല്ലേ, എത്ര പൊതി ബിരിയാണി കൊടുക്കുന്നുണ്ട് നിങ്ങൾ? 10,000-ഓളം പൊതി ബിരിയാണിയാണ് ഇന്നുവരെ കൊടുക്കുന്നത്. എന്തിനറിയോ? ഒരു സ്കൂൾ ഉണ്ടാക്കാൻ. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ 100 വർഷത്തോളം പഴക്കമുള്ളൊരു LP സ്കൂൾ. ആ സ്കൂൾ ഇതുവരെ പ്രവർത്തിച്ചത് പള്ളിയുടെ സ്ഥലത്തായിരുന്നു. ആ പള്ളിയുടെ സ്ഥലത്ത് നിന്ന് മാറി ഇവർക്ക് വേറെ സ്ഥലം എടുത്തെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ വേറെ സ്ഥലം കണ്ടെത്തി അത് രജിസ്റ്റർ ചെയ്തു. ഇനി അതിന് കുറച്ച് ഫണ്ട് കൊടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഇന്ന് വരെ ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് ഈ നാട് മൊത്തം ഒരുമിച്ചിട്ട് അതിൽ എല്ലാ ആളുകളുണ്ട്. അപ്പം ഇവരോടൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ പേരെന്താ? ജബ്ബാർ. നിങ്ങളുടെ പേരെന്താ? അബൂബക്കർ. നിങ്ങൾ മാഷായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്താ സ്കൂളിനെ കുറിച്ച് പറയാല്ലേ? സ്കൂളിപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളായിരുന്നു. അപ്പോൾ വാടക കെട്ടിടമാകുമ്പോൾ കെട്ടിടം നമുക്ക് ഗവൺമെൻറ് സർക്കാരിന് കിട്ടൂല. ആ സ്ഥലം നമുക്ക് സ്വന്തമായി കണ്ടെത്തണം. അതിന് കുറേ കൊല്ലമായിട്ട് ഞങ്ങൾ അനുയോജ്യമായ സ്ഥലം നോക്കാൻ വേണ്ടി ആർക്കും ഈ പള്ളിയിൽ നിന്നും പള്ളിയുടെ സ്ഥലത്ത് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുകയും അത് വലിയ ഭീമമായ സംഖ്യ കൊടുത്ത് വാങ്ങുകയും ചെയ്തു. അപ്പോൾ വാങ്ങാനുള്ള പോരായ്മ നികത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ഫണ്ട് ശേഖരിക്കുന്നത്. പേരെന്താ? ഗോപി. നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാ? ഞാൻ സ്കൂൾ പഠിച്ചു. 73 വയസ്സായി. എന്തുകൊണ്ട് സ്കൂൾ മാറിയില്ല ഇതുവരെ? ഇതുകൊണ്ട് മാറില്ല വെച്ചാൽ ഇവിടെ കുറേ കാലത്തുള്ള സ്കൂളാണ്. ഈ സ്കൂളിൽ സ്ഥലം കിട്ടിയില്ല. ഇപ്പൊ സ്ഥലം ഇവിടെ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥലം വിട്ടുകൊടുത്താൽ സർക്കാരിന് ബിൽഡിംഗ് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് നിങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു സ്കൂൾ വലുതുണ്ടാകുന്ന പറയുമ്പോൾ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് സെൽവാജി. തന്നെ നിങ്ങളെ പേര് സന്തോഷത്തിലായിരിക്കും. നിങ്ങളെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടോ? നിങ്ങളവിടെ പഠിച്ചതല്ലേ? നിങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ടോ? അതെ. കാരണം വെച്ചാൽ 100 വർഷമായില്ലേ? കാരണം വെച്ചാൽ മക്കളൊക്കെ പഠിക്കാൻ സമയമായി അല്ലേ? അതെ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് അലവിയാജി. അലവിയാജി. ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെയാണ്. അതുപോട്ടെ. ബിരിയാണിയൊക്കെ എങ്ങനെയുണ്ട്? ബിരിയാണി ഉസാറാണ്. നമ്മൾ 8-9 കൊല്ലത്തോളം ഇതിന് വേണ്ടിയിട്ട് ഈ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ട് കിട്ടിയതപ്പോൾ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഒരു 23 ലക്ഷത്തിന് ഞങ്ങൾ സ്ഥലം എടുത്തത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഒരു 9 ലക്ഷത്തിന് പോരായി വന്നപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള തീരുമാനം അങ്ങനെയാണ് ബിരിയാണി ചാനലിലേക്ക് എത്തി. എന്തായാലും നാട് മൊത്തം ഒരുമിച്ചിട്ടാണ് വളരെ വിജയത്തിലാണ്. ഓഗസ്റ്റ് 15 തെരഞ്ഞെടുക്കാൻ കാരണം അത് അന്ന് എല്ലാവർക്കും ഒഴിവുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എത്തിച്ചു കൊടുക്കാനും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ദിവസമായതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്താണ്. സ്വാതന്ത്ര്യം നേടുക എന്നുള്ള ഇതാണ്. ഞാൻ സ്കൂളിലെ PTA പ്രസിഡന്റാണ്. അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു കൂട്ടായ തീരുമാനം എടുത്ത് അതിന് എല്ലാവിധ പിന്തുണ ഇന്നലെ സഹോദരിമാരെ ഒരു പരിപാടിയായിരുന്നു. അതുപോലെ എല്ലാ ഇതിന്റെ വിഭവങ്ങളും ഒരുക്കുന്ന കാര്യത്തിലൊക്കെ സഹോദരിമാർ ഇഷ്ടം പോലെ പങ്കെടുക്കും. എല്ലാവരും നാട് ഒത്തൊരുമിച്ച് എല്ലാവരും ഉള്ളൊരിതാണ്. അന്ന് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊരു ദിവസമാണ്. സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്നുള്ള വാടക കെട്ടിടത്തിൽ നിന്ന് മാറി സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് ഉയരട്ടെ എന്നുള്ള ഇതിലാണ് നാട് ഒരുമിച്ച് വന്നില്ല. ആ ഒത്തൊരുമയിൽ എല്ലാവരും ഇത് വിജയിപ്പിക്കാൻ. ഇവിടെ കേരളത്തിൽ തന്നെ ഇത്രയും പഴക്കമുള്ള ഒരു സ്കൂള് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിന് സൗകര്യക്കുറവ് എന്നത് വേറെ എവിടെയും ഉണ്ടാവില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നാട്ടുകാർ ഒത്തൊരുമിച്ച് ഇറങ്ങിയെന്ന ഏറ്റവും വലിയ സന്തോഷമാണിത്. ഇതിൽ ഏറ്റവും പ്രധാനം യുവോർജ്ജം നന്നായി ഉപയോഗപ്പെടുത്തും. മാസങ്ങളോളായി ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വീട് വീടാന്തരം കയറിഞ്ഞ് എല്ലാ ഉമ്മമാരെയും ഇതിൽ സന്തോഷിപ്പിക്കുകയാണ്. 5000-ഓളം ഉമ്മമാർക്ക്, കുടുംബങ്ങൾക്ക്, വീട്ടുകാർക്ക് നല്ല പൊതി ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നു. അവരൊക്കെ സ്കൂളിലേക്ക് സംഭാവനകൾ നൽകുന്നു. അങ്ങനെയാണ് നമ്മൾ വലിയ ഭാരിച്ച ഈ ബാധ്യതയ്ക്ക്
പരിഹരിക്കുന്നതിന് വേണ്ടി ഭൂമി വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു അത്യധിക സന്തോഷം ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്തോഷത്തിൽ കൂടിയായതുകൊണ്ട് ഈ നാട്ടുകാർക്ക് പറപ്പൂർ നിവാസികൾ ഇവിടെ പരിസരത്തുള്ള 5-8 മഹല്ലിലെ മുഴുവൻ ആളുകളും പരിസരത്തുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇവർ ഫ്രീ ആയിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ പരിസരത്തുള്ള അംഗവൈകല്യമുള്ള സ്കൂളുകൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതുപോലെ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ, അംഗൻവാടികൾ, ഇങ്ങനെ എല്ലായിടത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് കൂടി ഇവർ ഭക്ഷണം കൊടുത്തുകൊണ്ട് മുഴുവൻ ആളുകളുടെയും ഒരു സന്തോഷമാണ്. ദിവസങ്ങളോളായി ഉറക്കമൊഴിച്ച് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ടീമാണ്. ആ ടീം ക്യാപ്റ്റനും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. ചോദിക്കുന്നതല്ല, ഇത്രയും നമ്മൾ സ്കൂളിന് ആ പള്ളി കമ്മിറ്റി 100 വർഷത്തോളം നിങ്ങൾക്ക് സ്കൂളിൽ സ്ഥലം തന്നു. ആ പള്ളി കമ്മിറ്റിനോട് എന്താ പറയല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളി കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ അത്യധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം അവർ പൂർവികർ ഈ നാട്ടിലെ വിദ്യാഭ്യാസം, അത് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ ഏറ്റവും കൂടുതൽ നാട്ടുകാർക്ക് പരിസരവാസികൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെന്ന താല്പര്യത്തോടെയാണ് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പള്ളിയുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശാലമാക്കാൻ ആ സ്ഥലം ആവശ്യമുണ്ട്. പക്ഷേ ഇതുവരെ നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പള്ളി അതിനുവേണ്ടി എത്ര കാലം അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിലും നിങ്ങൾക്ക് സ്കൂളോട് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു. പക്ഷേ വാടക കെട്ടിടമായതുകൊണ്ട്, പള്ളിയുടെ ഭൂമി ആയതുകൊണ്ട് സർക്കാരിന് വലിയ ഫണ്ട് അനുവദിച്ചുകൊണ്ട് കെട്ടിടം വിപുലപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അത്യധികം സൗകര്യമുള്ള കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നാട്ടുകാരെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്. എന്താ പറയല്ലേ? അതൊക്കെ തന്നെ ഇയാൾ പറഞ്ഞ മാതിരി, സൈസക്കാപ്പി പറഞ്ഞ മാതിരി അതൊക്കെ തന്നെയാണ്. അതായത് 2 കെട്ടിടത്തിൽ ഏകദേശം 98 വർഷമായി ഇത് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 100 വർഷം എന്ന് പറയാറായി. കഴിഞ്ഞ വർഷം മറ്റേ സെഞ്ചുറിയാണ് അടിക്കാൻ പോകുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് 75,000 പള്ളി കമ്മിറ്റി ഇതിന് ചെലവഴിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു കൂട്ടായ്മേൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ഇത് പള്ളി കമ്മിറ്റിന്റെ സ്കൂളായി. പള്ളി കമ്മിറ്റിക്ക് തുച്ഛമായ വാടക കിട്ടുന്നത്, പക്ഷേ ഭീമമായ സംഖ്യ അതിന് ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കൊല്ലം പള്ളി കമ്മിറ്റി ചെലവാക്കുന്നുണ്ട്. ഇത് നമ്മളൊരു കേട്ടറിവ് ആദ്യമായിട്ടായിരിക്കും ഒരു പള്ളി കമ്മിറ്റി 100 വർഷത്തോളം സ്കൂള് നിലത്തി പോകുന്നത് പറഞ്ഞാൽ സ്ഥലം കൊടുത്തിട്ട് അല്ലേ? അതൊക്കെ നമ്മളൊരു ഒരുമയാണല്ലോ ഇതില്ലേ, നമ്മുടെ നാട്ടിന്റെ ഐക്യാണ് തെളിയിക്കണല്ലേ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ നാട്ടിൽ വന്നപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ നടക്കുള്ളൂ. കാരണം വെച്ചാൽ ഒരു പള്ളി കമ്മിറ്റി 100 വർഷത്തോളം സ്കൂളിൽ സ്ഥലം കൊടുത്തേക്കുക, എന്നിട്ടും അവർ ഇപ്പോൾ പോകാൻ പറഞ്ഞിട്ടില്ല. ഇവർ നാട്ടുകാർക്ക് ഒരു തോന്നൽ, കാരണം വെച്ചാൽ സ്കൂളൊന്ന് പുതുക്കി പണിയണം, നല്ല സ്കൂൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പം അവിടെ സ്ഥല സൗകര്യം കമ്മിയായപ്പം പിന്നെ സർക്കാരിന് ഫണ്ട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അപ്പുറത്തൊരു സ്ഥലം വാങ്ങിയിട്ട് ഇപ്പോൾ അവിടെ അവർ സ്കൂളിന് വേണ്ടിയിട്ട് പിന്നെ ഒരുങ്ങുന്നത്.